മനുഷ്യത്വത്തിന്റെ പേരിൽ ഒന്നിക്കുക എന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വാർത്തകൾ വിശദമായി. നവീകരിച്ച ആരമല മറിയം മസ്ജിദിന്റെയും 1956 സ്ഥാപിതമായ മദ്രസ കെട്ടിടം പുനർനിർമ്മിച്ച ചങ്ങനാശ്ശേരി മദ്രസത്തുൽ ഇസ്ലാമിയ ഹാളിന്റെയും ജമാഅത്ത് പരിപാലന കമ്മിറ്റി ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നമ്മുടെ മലയാളി ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അനുഗ്രഹം എന്നുള്ളത്. ലോകമെങ്ങും അത് പ്രകീർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നവരാണല്ലോ പലരും. അവിടെയൊക്കെ നമ്മൾ ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കേരള എന്ന് പറയുമ്പോൾ അവർ കേരള എന്ന് വളരെ താല്പര്യത്തോടെ നമ്മൾ തിരിച്ചു ചോദിക്കും. അതിന് കാരണമുണ്ട്. കേരളത്തിന്റെ കമ്മ്യൂണൽ ഹാർമണിയാണ്, സാമുദായിക സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമാണ്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുന്നു എന്നുള്ളത് ലോകമെങ്ങും കേൾക്കേട്ട ഒരു പരമാർത്ഥമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം. കേരളത്തിന്റെ പേര് ടൂറിസം മാപ്പിൽ തന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് കേരളം വിശേഷിപ്പിക്കപ്പെടുന്നത്. കേരളീയ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് മനുഷ്യത്വത്തിന്റെ പേരിൽ ഒന്നിക്കുക എന്നുള്ളത്. അത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവ് യേശുക്രിസ്തു എന്നും ലോകമെന്നും അറിയപ്പെടുന്നു. നമ്മൾ മുസ്ലിം വിശ്വാസപ്രകാരം നമ്മൾ ഈസാ നബി അലൈഹി ഇസ്ലാം പ്രവാചക പുങ്കവനാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവ്, അവരുടെ പേരിൽ ആണ് ഈ പള്ളി. ഖുർആൻ വളരെയേറെ പ്രകീർത്തിച്ചിട്ടുള്ള ഒരു വനിതയാണ്. ഖുർആന്റെ ഭാഷയിൽ, അള്ളാഹുവിന്റെ ഭാഷയിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠയായ വനിത, ഏറ്റവും പതിവ്രതയായിട്ടുള്ള വനിത എന്നാണ് പരിശുദ്ധ ഖുർആൻ മറിയം ബീവിയെ വിശേഷിപ്പിക്കുന്നത്. ആ ഒരു അഭിമാനബോധത്തോടെ തന്നെയാണ് അവരുടെ നാമകരണം ഇവിടെ ഈ പള്ളിക്കൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. എന്നതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത ക്ഷേത്രമുണ്ട്. ആ വിരിപ്പാടകരയുള്ള ആ ക്ഷേത്രം, പള്ളിയും ഇവിടുത്തെ സമൂഹമൊക്കെ വെച്ചു പുലർത്തുന്ന സ്നേഹത്തിന്റെ അധ്യായം. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റോമിൽ പോയിരുന്നു. വത്തിക്കാനിൽ പോകുവാനുള്ള സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. മഹാനായ മാർപ്പാപ്പയോടൊത്ത് സമയം ചെലവഴിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കും. വത്തിക്കാനിൽ പോയപ്പോൾ എനിക്ക് മറ്റൊരു പ്രത്യേകത തോന്നി. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഗ്രാൻഡ് മോസ്ക് ഉണ്ട്. യൂറോപ്പിലെ തന്നെ വലിയ പള്ളികളിൽ ഒന്നാണ്. സൗദി രാജാവ് ഫഹദ് രാജാവാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ മാർപ്പാപ്പ മുൻകൈ എടുത്തുകൊണ്ട് UAE അടക്കമുള്ള മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഗ്രാൻഡ് മോസ്ക്. ആ ഗ്രാൻഡ് മോസ്കും വത്തിക്കാനും ഒരുപാട് അകലെയാണ്. അവിടെ വത്തിക്കാനും ഗ്രാൻഡ് മോസ്കും അത് രണ്ടും വിഭാവനം ചെയ്യുന്ന സംസ്കാരമുണ്ട്. ആ രണ്ട് സംസ്കാരങ്ങളും മനുഷ്യത്വത്തെയും സാഹോദര്യത്തെയും അംഗീകരിച്ചിട്ടുള്ള സംസ്കാരമാണ്. ആ സംസ്കാരം പരസ്പരം കൂട്ടിയിണക്കപ്പെടുകയാണ്. ഇവിടെ ഈ പള്ളി മുന്നോട്ട് വെക്കുന്ന സംസ്കാരവും ഈ ശിവക്ഷേത്രം മുന്നോട്ട് വെക്കുന്ന സംസ്കാരവും അത് തന്നെയാണ്. മനുഷ്യ സ്നേഹത്തിന്റെ സംസ്കാരമാണ്, സാഹോദര്യത്തിന്റെ സംസ്കാരമാണ്, പരസ്പര വിശ്വാസത്തിന്റെ സംസ്കാരമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നത് പരസ്പരം കൂടിയിരിക്കുമ്പോഴാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ സ്വഫായിട്ട് അണിയായി നിൽക്കുമ്പോൾ അതിനിടയ്ക്കൊരു വിടവ് വരരുത് എന്നുള്ളതാണ്. വിടവ് വന്നാൽ ആ വിടവില് പിശാച് കയറിയിരിക്കും. അത് നമ്മുടെ ഐക്യം തകർക്കും. അതുണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ചേർന്ന് നിൽക്കുമ്പോൾ, അണിയായി നിൽക്കുമ്പോൾ ചേർന്ന് നിൽക്കാൻ പറ്റും. ആ ഒരു സ്നേഹത്തിന്റെ ചേർന്ന് നിൽപ്പ് അത് പള്ളിക്കകത്ത് മാത്രമല്ല, പള്ളിക്ക് പുറത്തും നമ്മൾ ആ ചേർന്ന് നിൽപ്പോടെ തന്നെ ജീവിക്കുക. 2.25 നൂറ്റാണ്ടായി ചങ്ങനാശ്ശേരിയുടെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന പുതൂർപ്പള്ളിയുടെ കീഴിലുള്ള 4 നമസ്കാര മസ്ജിദുകളിലൊന്നാണ് ആരമല മറിയം മസ്ജിദ്. തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിനും ഗുരു ഗുഹാനന്ദപുരം ക്ഷേത്രത്തിനും ആരമല ശിവക്ഷേത്രത്തിനും സമീപത്ത് 1985 പള്ളി സ്ഥാപിച്ചത്. പിന്നീട് പള്ളി സന്ദർശിച്ച ഷാർജ സ്വദേശി അൽ റമദാൻ മൂസ പള്ളി വിപുലീകരിച്ചു നൽകി. പുനർനിർമ്മിച്ച ആരമല മറിയം ജുമാ മസ്ജിദ് പ്രവാസി മലയാളിയായ ആരമല NM നൌഷാദ് നെടുമ്പറമ്പിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ ടർക്കിഷ് മാതൃകയിൽ നവീകരിച്ച് വഖഫ് ചെയ്ത് പുതുപ്പള്ളി ജമാഅത്ത് പ്രസിഡന്റ് ഹാജി PS മുഹമ്മദ് ബഷീറിന് കൈമാറി. വിദേശ നിർമ്മിത അത്യാധുനിക സംവിധാനങ്ങളോടെ 5 താഴികക്കുടങ്ങളും 4 മിനാരങ്ങളും, തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പരവതാനി, അറേബ്യൻ സൗന്ദര്യത്തിന് മാറ്റുകൂടുന്ന ലൈറ്റുകൾ, അറബിക് കാലിഗ്രാഫിയിൽ കുത്തിയെടുത്ത അള്ളാഹുവിന്റെ തിരുനാമങ്ങൾ, ഖുർആൻ വചനങ്ങൾ, 2 നിലകളിലായി സ്ത്രീകൾ അടക്കം 400 പേർക്ക് നമസ്കരിക്കാവുന്ന പൂർണ്ണമായും ശീതീകരിച്ച പള്ളിയിൽ മുകളിലത്തെ നിലയിൽ ഇരിക്കുന്നവർക്ക് മെമ്പറിൽ നിന്ന് കുത്തുബ കാണാൻ കഴിയുന്ന TV ശബ്ദ സംവിധാനം, അനായാസം അംഗശുദ്ധി ചെയ്യുവാനും ഇമാമമാർക്ക് താമസിക്കുവാനും ഭക്ഷണം പാകം ചെയ്യാനുമുള്ള സൗകര്യങ്ങളോടെ 3500 ചതുരശ്ര അടിയിൽ എല്ലാ സൗകര്യങ്ങളും നൌഷാദിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കി പുതുപ്പള്ളി ജമാഅത്തിന് കൈമാറിയത്. ഉദ്ഘാടന ചടങ്ങിൽ പുതുപ്പള്ളി ജമാഅത്ത് പ്രസിഡന്റ് ഹാജി PS മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ പ്രഭാഷണം ശ്രദ്ധേയമായി.
എൻ്റെ സ്വദേശം ഇവിടെ നിന്ന് അത്ര ദൂരെയല്ല, തെങ്ങണ അടുത്ത് നാലുനാക്കലാണ്. ചങ്ങനാശ്ശേരി എൻ്റെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. പുത്തൂർപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരമലയിൽ നവീകരിച്ച മറിയം മസ്ജിദിന്റെയും മദ്രസത്തിൽ ഇസ്ലാമിക ഹാളിന്റെയും പുതിയ ഓഫീസിന്റെയും ഒക്കെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊന്നിച്ച് ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്നത്തെ കാലം ഇത്തരം മതസൗഹാർദ്ദ ചടങ്ങുകളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന ഒരു കാലമാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു വലിയ അങ്ങാടി ശക്തി പ്രാപിക്കുന്ന ഒരു കാലത്ത് സ്നേഹത്തിന്റെ കടകൾക്ക് വലിയ പ്രസക്തിയാണുള്ളത്. നമ്മുടെ നാട്ടിലുൾപ്പെടെ വർഗീയതയുടെ വിഷവിത്തുകൾ വളർന്നു തുടങ്ങി എന്നുള്ളത് ഭീതിയോടെ ആശങ്കയോടെ നമ്മൾ കാണേണ്ട ഒരു കാലിക അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതക്കാരും മതമില്ലാത്തവരും ഒരുമിച്ച് നിന്ന് മാനവികതയ്ക്ക് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി തോളോട് തോൾ മെയ്യോട് മെയ് ചേർന്ന് നിൽക്കേണ്ട ഈ കാലത്ത് ഇത്തരം കൂടിവരവുകൾ, കൂട്ടായ്മകൾ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിന് ആർക്കും സംശയം ഉണ്ടാവില്ല. മദ്യാലയങ്ങൾ ആരാധനാലയങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാലത്ത് മദ്യാലയങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ഉണ്ടാകേണ്ട ഒരു കാലത്താണ് ഒരു പുതിയ ദേവാലയം. ഒരു ദേവാലയം എന്ന് പറയുമ്പോൾ അതൊരു ആരാധനാലയം മാത്രമല്ല, അതൊരു സ്നേഹാലയം കൂടെയാണ്, അതൊരു കരുണാലയം കൂടിയാണ്, മാനവികതയുടെ ഒരു ഇടം കൂടെയാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത് എന്ന് നാം വിചാരിക്കുന്നു. കരുവാരക്കുണ്ട് അരിമണൽ ഓമനിസ്റ്റ് ഇന്ത്യൻ സൊസൈറ്റി അധ്യക്ഷൻ സ്വാമി ശ്രീമദ് ആത്മദാസ് സ്വാമിയുടെ പ്രഭാഷണം ആകർഷകമായി. Our Father in heaven, hallowed be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive our sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om yonda pravishya mama vajamimam prasuptam sanjeevayatya shakti dharaswadhamnam anyam sahasta charana shravana tvagadin pranan namo bhagavate purushaya tubhya pranan namo bhagavate purushaya tubhya. വളരെ സന്തോഷമുള്ള ഒരു സമയത്താണല്ലോ നമ്മളൊക്കെ. ഒരു പുതിയ ദേവാലയത്തിന്റെ ഉദ്ഘാടന കർമ്മം അത് നാടിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സന്ദർഭം. എല്ലാ ദേവാലയങ്ങളും, അത് ക്രിസ്ത്യൻ ദേവാലയമോ ഹിന്ദു ദേവാലയമോ മുസ്ലിം ദേവാലയമോ എന്ന ഭേദമില്ലാതെ ഈ സമൂഹത്തിന് കൊടുക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പലപ്പോഴും അതിൽ നിന്നൊക്കെ അത് മാറിപ്പോകുമ്പോഴാണ് സമൂഹത്തിൽ അതിന്റെ അപജയങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ചരിത്രത്തിൽ ഒരുപാട് ദേവാലയങ്ങൾ ഇങ്ങനെ മാതൃകയായി നിന്നിട്ടുണ്ട്. തിരുവനന്തപുരം പാളയംപള്ളി ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി, പുതുർപ്പള്ളി ഇമാം ഡോക്ടർ അർഷദ് ഫലാഹി, അഡ്വക്കേറ്റ് ജോമിക്കൽ MLA, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മഞ്ജു സുജിത്ത്, തൃക്കുരുത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുവർണകുമാരി, പഴയപള്ളി ജമാഅത്ത് പ്രസിഡന്റ് SM മുഹമ്മദ് ഫുവാദ്, വാർഡ് മെമ്പർമാരായ അനിത ഓമനക്കുട്ടൻ, അഹമ്മദ് നിസാർ, ആരമല ശിവക്ഷേത്രം പ്രസിഡന്റ് ബാലചന്ദ്രൻ നായർ, ഗുരു ഗുഹാനന്ദപുരം ക്ഷേത്രം പ്രസിഡന്റ് ഹരിക്കുട്ടൻ KN, ജമാഅത്ത് വൈസ് പ്രസിഡന്റ് MS നൌഷാദ്, ജമാഅത്ത് ജോയിന്റ് സെക്രട്ടറി KA ഷമീർ എന്നിവർ പ്രസംഗിച്ചു. മറിയം മസ്ജിദ് ചീഫ് ഇമാം ഖിറാഅത്തും പുതുർപ്പള്ളി ജമാഅത്ത് സെക്രട്ടറി MH ഹനീഫ സ്വാഗതവും ജമാഅത്ത് ട്രഷറർ PA ഷാവുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ ന്യൂസ്, ചങ്ങനാശ്ശേരി. MK Mobiles, Mobile Accessories, Sales and Service, Post Office Junction, Changanasheri.